ഗൗരവമായ ഒരു വിഷയത്തിൽ എങ്ങനെ അത്യന്തം ലാഘവത്തോടെ പ്രതികരിക്കാമെന്നതിൻ്റെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ മറുപടി. അദ്ദേഹം തുടങ്ങിയത് തന്നെ ഒരു ഭീകരാന്തരീക്ഷവും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം സമർത്ഥിക്കാൻ നോക്കിയ ഒരേ ഒരു പ്രശ്നം നിപ്പ ബാധിച്ചയാൾ അതിൻ്റെ ഭാഗമായി മറ്റാരിലേക്കും രോഗം പടർന്നില്ല. അതൊരു നല്ല കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ആ ഘട്ടത്തിൽ കാണിച്ചിട്ടുള്ള ചെയ്തികൾ നിപ്പയെ പോലുള്ള ഒരു രോഗം വന്നാൽ സ്വീകരിക്കേണ്ട ചെയ്തികളായിരുന്നു. അതാണ് ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയം. ഇവിടെ ആരും മരണപ്പെട്ടില്ല, നല്ല കാര്യമാണ്. നിപ്പ മാരകശേഷിയുള്ള ഒരു രോഗമാണ് എന്നത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അത്തരമൊരു രോഗത്തിനൊരാൾ ഇരയായാൽ, അത് ഒരാളായാൽ തന്നെ അടിയന്തരമായുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ നടപടികളിൽ വലിയ കാലതാമസമാണ് വന്നത്. സാധാരണഗതിയിൽ നിപ്പ വന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എരണം കെട്ടവർ ഇരിക്കുമ്പോൾ ആ രോഗം ഇങ്ങോട്ട് വന്നതാണ് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. ഏതായാലും ആ എരണം കെട്ടവർ ചെയ്തൊരു കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഇവിടെ മരണപ്പെട്ടവരുടെ എണ്ണം ആ വർഷത്തത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചപ്പോൾ സർ അപ്പുറത്ത് കൈയടിക്കുന്നത് കേട്ടല്ലോ. അത് എണ്ണം കെട്ടവരായതുകൊണ്ടല്ല, ആ രോഗത്തിൻ്റെ മാരകമായ പ്രഹരശേഷിയാണത് കാണിക്കുന്നത്. അങ്ങനെ സംഭവിച്ചപ്പോൾ നാടാകെ പ്രതിരോധത്തിൻ്റെ ഭാഗമായി അണിനിരന്നിരുന്നു. തുടർന്ന് എല്ലാ ഘട്ടത്തിലും നാം സ്വീകരിച്ച പ്രതിരോധ നടപടികളുണ്ട്. ആ പ്രതിരോധ നടപടികൾ ഒരു ഘട്ടത്തിലും സർക്കാർ മാത്രമെന്ന നിലയിലായിരുന്നില്ല, എല്ലാവരും കൂടിയായിരുന്നു, എല്ലാവരും ചേർന്നുകൊണ്ടായിരുന്നു. എല്ലാവരെയും ഒന്നിച്ചണിനിർത്തൽ ഇതിലേറ്റവും പ്രധാനമാണ്. ആ തരത്തിൽ തന്നെയുള്ള ഇടപെടലുകൾ തുടർച്ചയായി നടന്നതാണ്. എപ്പോഴെല്ലാം നിപ ബാധയുണ്ടായോ ആ ഘട്ടത്തിലെല്ലാം ആ തരത്തിലുള്ള പ്രതിരോധ നടപടികളുണ്ടായിരുന്നു. സർ, അതിൽ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ആരോഗ്യരംഗത്തുള്ള വിദഗ്ധരും അതിനെ സഹായിക്കേണ്ട മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാം ചെയ്യും. എന്നാൽ അതിനെല്ലാം ഒരു ജാഗ്രത കൂട്ടാൻ, ഏകോപനം ഉറപ്പിക്കാൻ സർക്കാർ എന്ന നിലക്ക് നിർവഹിക്കേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യത ഏറ്റവും കൂടുതൽ നിർവഹിക്കേണ്ടത് ഇതുപോലൊരു രോഗമാകുമ്പോൾ ആരോഗ്യമന്ത്രി തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എപ്പോഴൊക്കെ നിപ്പ വന്നോ ആ ഘട്ടത്തിലെല്ലാം ആരോഗ്യമന്ത്രി തൊട്ടടുത്ത മണിക്കൂറാവില്ല, ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ലല്ലോ, ഇവിടുന്ന് അവിടെ എത്തേണ്ടി വരുമല്ലോ. എന്നാൽ ഇവിടുന്ന് എത്താനുള്ള ആ സമയം മാത്രം അവിടെ എത്തുകയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏകോപനം നടത്തുകയും
എല്ലാറ്റിനെയും ഏകോപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, ഇവിടെ എത്ര ദിവസം എടുത്തു ബഹുമാനായ ആരോഗ്യമന്ത്രി ഈ പറയുന്ന നിപ്പ ബാധിച്ച കോഴിക്കോടെത്താൻ? എന്തിനാണ് അത്രയും ദിവസമെടുത്തത്? അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്നത് ആ സമയം സ്ഥിരീകരിച്ചിട്ടില്ല. നമുക്കറിയാലോ, അദ്ദേഹം കോഴിക്കോടുകാരനാണ്. ഇത് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം കോഴിക്കോട് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ആ സമയം സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥിരീകരിച്ച സമയം അദ്ദേഹം ഇവിടെയാണ്. മറ്റെല്ലാം മാറ്റിവെച്ച് അവിടെ എത്തി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും ഏകോപിപ്പിക്കാൻ ശ്രമിക്കണ്ടേ? ആ ശ്രമം ഉണ്ടായോ? എന്തുകൊണ്ടാണ് ഇല്ലാതിരുന്നത്? അപ്പോൾ സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നത് നാം കാണണം. ഇവിടെ അദ്ദേഹം പറയുകയുണ്ടായി, ഭരണം മാറിയത് അറിയാത്ത ഉദ്യോഗസ്ഥരുണ്ട്, അവരുടെ കസേര ഒന്ന് മാറുന്നു മാത്രമേ ഉള്ളൂ. സർ, അത് ഇപ്പോഴെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. സർ, കഴിഞ്ഞ മെയ് 18-നാണല്ലോ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സത്യപ്രതിജ്ഞ നടന്നത്. സർ, സാധാരണഗതിയിൽ അതിനുശേഷമല്ലേ ഗവൺമെൻറ് ചെയ്യാൻ കഴിയും. അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്തോ? അതാണ് പരിശോധിക്കേണ്ട കാര്യം.